ഇടുക്കി ചെല്ലാർകോവിൽ മെട്ടിന് സമീപം കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വനംവകുപ്പിൻ്റെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് 12:20 കൂടിയിട്ടാണ് കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ചിട്ടുള്ളത്. ആദ്യം ഒരു സെറ്റ് മയക്കുവെടിയാണ് വെച്ചിട്ടുള്ളത്. 15 മിനിറ്റ് വരെ ഈ കടുവ മയങ്ങുന്നതിന് എടുക്കുമെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. അതിനുശേഷം ഇവിടെ വാഹനത്തിൽ കയറ്റി വനത്തിൽ തുറന്നുവിടാനുള്ള ശ്രമത്തിലാണ് നിലവിൽ വനംവകുപ്പ് ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. വാഹനത്തിൽ കടുവയെ കൊണ്ടുപോകാനുള്ള കൂട് ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്. മയങ്ങുന്നതനുസരിച്ചായിരിക്കും കൂട്ടിലേക്ക് കടുവയെ കയറ്റുക എന്നാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ കുഴിയിൽ കടുവയ്ക്കൊപ്പം മറ്റൊരു നായ കൂടിയുണ്ട്. ഈ നായയെ പിടിക്കാനായി ഓടുന്നതിന് ഒപ്പം കടുവയും ഈ കുഴിയിൽ വീഴുകയായിരുന്നു എന്നാണ് നിലവിലെ നിഗമനം. ഇതൊരു ഏലത്തോട്ടം കൂടിയാണ്. ഈ ഏലത്തോട്ടത്തിൻ്റെ ഉടമ രാവിലെ ഇവിടെ പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് ഈ കടുവയും അതോടൊപ്പം തന്നെ ഒരു നായയെയും ഈ കുഴിയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷം ആദ്യം പോലീസിനെ വിവരം അറിയിച്ചു. അതിന് പിന്നാലെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് സംഭവ സ്ഥലത്തെത്തി ഏറെ പരിശ്രമിച്ച ശേഷമാണ് ഈ വെടിവെക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. ഇപ്പോഴെന്തായാലും മയക്കുവെടി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ ഇതിനെ കൂട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമം കൂടിയാണ്. ആദ്യം ഒരു സെറ്റ് മയക്കുവെടി വെച്ചുവെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. കാരണം മാധ്യമങ്ങൾ ഉൾപ്പെടെ സംഭവ സ്ഥലത്തേക്ക് കയറ്റിവിടുന്നില്ല. അതിന് മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാട്ടുകാരെ ഉൾപ്പെടെ ഇവിടേക്ക് തടഞ്ഞിരിക്കുകയാണ്. സംഭവം അറിഞ്ഞുകൊണ്ട് നിരവധി നാട്ടുകാരാണ് സംഭവ സ്ഥലത്ത് ഇവിടെ കൂടി നിൽക്കുന്നത്. കാരണം നേരത്തെ ഉൾപ്പെടെ കുറേ കാലം മുമ്പ് ഇവിടെ കടുവയുടെ ഒരു സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. പ്രദേശത്തെ കാൽപ്പാടുകൾ ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തതാണ്. അതുകൊണ്ട് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് നാട്ടുകാർ ഉറച്ചു പറയുന്നത്. അതുകൂടാതെ ഒരു വർഷം മുമ്പ് ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. അന്ന് ക്യാമറ ഉൾപ്പെടെ വെക്കുകയും ചെയ്തതാണ്. ആ കടുവ തന്നെയാണോ ഈ കുഴിയിൽ വീണത് എന്ന കാര്യത്തിൽ വനംവകുപ്പാണ് ഒരു സ്ഥിരീകരണം നടത്തേണ്ടത്. എന്താണെങ്കിലും നാട്ടുകാരുടെ ഒരു ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ഈ പ്രദേശത്ത് കടുവ കുഴിയിൽ വീണു എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ ഒരു ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. ഇവിടെ എന്തായാലും ആളുകളെല്ലാം തന്നെ ഈ കടുവയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവിടെ വനംവകുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമായിരിക്കും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കടുവയെ കൂട്ടിലേക്ക് മാറ്റുക. ക്രമസമാധാന ചുമതലയ്ക്കായി 2 പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരിക്കുന്നത്. ആ നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയുമാണ്.